മേക്ക് മൈ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയും അതുപോലെ തന്നെ ഇഫ്താറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന്. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇവിടെ ഞാനിപ്പോൾ 2 പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത്. അത് പുഴുങ്ങി നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഇതെടുത്തിരിക്കുന്നത്. പിന്നെ 3 മുട്ടയും ഒരു പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ നമുക്കിത് റെഡിയാക്കാം. ആദ്യം തന്നെ പൊട്ടറ്റോ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് നന്നായിട്ട് ഇത് മാഷ് ചെയ്തെടുക്കുക. പൊട്ടറ്റോ എടുക്കുമ്പോൾ എപ്പോഴും ചൂടാറിയിട്ട് മാത്രമാണ് എടുക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടില്ല, ഒരുപാടങ്ങ് ലൂസായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ മല്ലിയിലയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ എന്തൊരുവാന്ന് പറയുന്നില്ല, അത് ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് ചേർക്കുക. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് മുളക് പൊടി എരിവിനനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് അത് ഒരു ഷേപ്പായി വരാനും പിന്നെ അതുപോലെ തന്നെ അത് നന്നായിട്ട് പൊട്ടറ്റോയുടെ ആ മിക്സ് നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഉപ്പും അതുപോലെ തന്നെ നമ്മളിട്ടിരിക്കുന്ന മുളകും ഒക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഉടച്ച് നന്നായിട്ട് ഇത് എടുക്കുക. ഇപ്പോൾ എൻ്റെ മാവ് ഇത് ഏകദേശം ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മുട്ട 4ആയിട്ടാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 8ആയിട്ട് വേണമെങ്കിലും ഇത് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒരു 4ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്കവിടെ പൊട്ടറ്റോയുടെ ആ ഒരു മിക്സ് നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മുടെ മുട്ട അതിൻ്റെ നടുക്ക് വെക്കാൻ പാകത്തിന് ജസ്റ്റ് ഒരു ഹോള് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മുട്ട ഇപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ അതിൽ നടുക്ക് ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് പൊട്ടറ്റോയുടെ മിക്സ് വെച്ച് നന്നായിട്ടത് കവർ ചെയ്യുക. നമ്മൾ ഏകദേശം കോഴിക്കോട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. മുട്ട അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് പൊട്ടറ്റോയുടെ ആ മിക്സ് മുട്ടേനെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ അത് ഉരുട്ടി നന്നായിട്ട് അത് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ പൊട്ടറ്റോ നമ്മൾ നന്നായിട്ടത് മാഷ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉരുട്ടി ഷേപ്പാക്കി എടുക്കാനായിട്ട് പറ്റില്ല. ഞാനിപ്പോൾ എല്ലാ ഇതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഈ മുട്ടയുടെ മിക്സ് നമുക്ക് നന്നായിട്ടിത് ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മുട്ടയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുട്ട നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാട പോലെ അതിനകത്ത് കിടക്കും. നമുക്കത് മുക്കിയെടുക്കുമ്പോഴൊക്കെ നമുക്കത് ഒത്തിരി പാടായിരിക്കും. അപ്പോൾ ആ ഒരു ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് അതിനകത്ത് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ കൊണ്ട് നന്നായിട്ട് അത് പൊതിഞ്ഞ് ഇത് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ നമ്മളത് റെഡിയാക്കി എടുക്കുക. അത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി അങ്ങ് കട്ട പിടിക്കാണ്ട് ഇരുന്നോളും. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളത് ബോൾസ് എണ്ണയിലേക്ക് ഇടുമ്പോൾ ജസ്റ്റ് ഒരു സ്പൂണിൽ എന്തെങ്കിലും വെച്ചിട്ട് അത് എണ്ണയിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ആ എണ്ണയിലേക്ക് ടച്ച് ചെയ്യാണ്ടിരിക്കും. അപ്പോൾ ഞാനിത് ഒറ്റ ട്രിപ്പിനകത്ത് 5 എണ്ണമാണ് ഞാനിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് അങ്ങ് തിക്കി നിറച്ച് ഇടണ്ട. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിത് മറിച്ചിടാനും ഒക്കെ ഒരുപാട് പാടായിരിക്കും.
ഇതങ്ങ് നല്ല സോഫ്റ്റ് ആയത് കാരണം പെട്ടെന്ന് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തന്നെ ഒരുപാട് അങ്ങ് തിക്കി നിറച്ച് ഇടണ്ട. നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിടാനുള്ള ഒരു സ്പേസ് കിട്ടുന്ന വിധത്തിൽ അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല. എല്ലാം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. ആ പുറത്തെ ഭാഗം ഒന്ന് ജസ്റ്റ് അതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്ക് വരാൻ മാത്രമാണ് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നത്. ഞാൻ എല്ലാ ഇതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 4 മണിക്കൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇത് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും പറ്റിയ നല്ലൊരു സ്നാക്ക് ഐറ്റം കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.